ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഈ മണ്ണിൽ വരാനും ഈ ആളുകളുടെ ഒക്കെ ഒപ്പം നിൽക്കാൻ ഇവരുടെ എന്താ പറയുക ഈ ഒരു നേതൃത്വത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ കോർപ്പറേഷൻ തിരിച്ചെടുക്കും. കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷമാണല്ലോ. ഭരണപക്ഷത്ത് ഇപ്പം നിലവിലുള്ളത് കുറേ മുതലാളിമാരാണ്. അവരുടെ കാര്യങ്ങൾ കാര്യമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളത്. അവിടെ LDFൻ്റെ നേതൃത്വത്തിലുള്ള മുതലാളിമാർ ഭരിക്കുമ്പം പ്രതിപക്ഷത്തുള്ളത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അവരുടെ ശബ്ദമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്, അവരുടെ ആവശ്യമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഈ മണ്ണിൽ ഞങ്ങൾ ഈ നാടിനെ തിരിച്ചു കൊടുക്കാൻ, അത് കോർപ്പറേഷൻ ഭരണ സംവിധാനം തിരിച്ചെടുത്തുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്ക് അവരെ ഏൽപ്പിക്കാനുള്ള ഒരു ഉദ്യമമാണ് UDF ഏറ്റെടുത്തിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഘടനകളെ പരിശോധിച്ച് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്ന സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ലീഗിനെ കുറിച്ച് നിരന്തരമായിട്ട് പറയുന്ന ആക്ഷേപം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നാണ്. ഞങ്ങളുടെ ദേശീയ കമ്മിറ്റിയിൽ വരെ ഇപ്പോൾ 2 വനിതകൾ സെക്രട്ടറിമാരായിട്ട് ഇരിക്കുന്നുണ്ട്. മറ്റേത് സംഘടനയിൽ അങ്ങനെ ഉണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ സജീവമായിട്ട് പുതിയ കാലത്തെ എല്ലാ ടെമ്പോകളും എല്ലാ വൈബുകളെയും എല്ലാ തരത്തിലുള്ള ആശയങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് ഞങ്ങളുടെ പാർട്ടി.